അതെ, നോക്കിയേ, ഇന്നത്തെ സ്പെഷ്യൽ അമൃതപ്പൊടിയാട്ടോ. പലവർക്കും അമൃതപ്പൊടി കുറുക്കൊക്കെ ആക്കി കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ അത് ടേസ്റ്റിൽ ഉണ്ടാക്കിയാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ, പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. അതുപോലൊരു കൂട്ട് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു കപ്പ് അമൃതപ്പൊടി എടുത്താൽ കാൽമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂണോളം നമ്മൾ വെള്ള എള്ളാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തേങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ എന്താ പറയുക, കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാൻ പരത്താമെന്ന് പറയാൻ പോയതായിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് നമുക്കിത് നല്ല രീതിയിൽ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കണ്ടില്ല, നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പീൻ്റെ ഒരു കുഞ്ഞടപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം തുടങ്ങിയാലോ മക്കളെ? നമുക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബോളായിട്ട് കയ്യിൽ പിടിച്ചു കൊടുക്കുക. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കുഞ്ഞ് ചെറുനാരങ്ങ വലുപ്പത്തിൽ രീതിയിൽ നമുക്ക് കയ്യിൽ ബോളാക്കിയിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പീൻ്റെ അടപ്പ് കാണിച്ചില്ലായിരുന്നു, അതിൻ്റെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞു. അച്ചൊന്നും അല്ലാന്നേ. ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കും അച്ചാന്ന്, പക്ഷെ അച്ചൊന്നും അല്ല കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു അച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. പിള്ളേർക്കൊക്കെ നല്ലതാണ്. നമുക്ക് തന്നെ അറിയാം, അംഗൻവാടികളിൽ നിന്നൊക്കെ അമൃതപ്പൊടിയാണ്, അതായത് 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കും പാല് കൊടുക്കുന്ന അമ്മമാർക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. അത്രയ്ക്കും നല്ല സാധനമാണ്. അപ്പം അമൃതപ്പൊടി കുറുക്കെല്ലാം കുറേ പേർക്ക് കഴിക്കാനൊക്കെ മടിയായിരിക്കും. അപ്പം നമുക്ക് എന്താക്കാം, ഇതുപോലെ ഇതാക്കിയാൽ എന്താക്കാം, പിന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ബോൾ പിടിക്കുക, നമ്മളെ പ്ലാസ്റ്റിക് അടപ്പ് നമ്മളെ കുപ്പിയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ കുഞ്ഞ് അടപ്പെടുത്തിട്ട് ഈ ബോളാക്കിയ ശേഷം അതിലേക്കൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് വലിയ പണിയൊന്നുമില്ല, വേഗം ആവും. നല്ല അടിപൊളി കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി കുറച്ച് അടുത്ത പണിയും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് വെള്ള എള്ളെടുത്തിട്ടുണ്ട്. അപ്പം വെള്ള എള്ളെടുത്തത് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കുഴയ്ക്കുമ്പോൾ ഞാൻ വെള്ള എള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഇത് കഴിക്കാൻ അടിപൊളി. ഞാൻ എടുത്തെടുത്ത് പറയും ഇന്ന്. കാരണം അമൃതപ്പൊടിയുടെ കുറുക്ക് കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇതുപോലെയൊക്കെ ആക്കി കൊടുക്കുക. മധുരമൊക്കെ ആകുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആവിക്ക് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആവിക്ക് വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഒന്നിനോട് തട്ടാണ്ട് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാണ്ട് പൊട്ടിപ്പോവുക വരെ ചെയ്യാണ്ട് നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഞാനത് എടുത്തെടുത്ത് പറയും. ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായ ബെല്ലം എടുത്തിട്ട് ഉരുക്കണം കേട്ടോ. അപ്പം ഞാൻ ബെല്ലം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ഉരുക്കുന്നുണ്ട്, അതായത് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഇതിൽ കല്ലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ബെല്ലത്തിലേക്ക് നമുക്ക് എന്താക്കാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആവിക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അമൃതപ്പൊടീൻ്റെ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അട എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നല്ല മധുരമുള്ളൊരു മധുര പലഹാരം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ അക്കുഡോസിനുണ്ടല്ലോ, ആദ്യം അമൃതപ്പൊടീൻ്റെ കുറുക്ക്, മുത്താറി കുറുക്കൊന്നും ഇഷ്ടമില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പം അവൻ കഴിക്കും. ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അമൃതപ്പൊടിയൊക്കെ അറിയില്ല, നമുക്ക് ഏറ്റവും നല്ല വിറ്റാമിനുള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മക്കൾക്കൊക്കെ ഇഷ്ടം. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും വൈകുന്നേരത്തെ ചായക്കൊക്കെ. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് കുറുകിയെടുക്കണം. ഈ ബെല്ലം ഫുള്ള് വറ്റി ഇതിലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇനിയിപ്പം നല്ല രീതിയിൽ തിളച്ച് വരും. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇത് വറ്റി വരണം കേട്ടോ, നല്ല രീതിയിൽ വറ്റി വരണം. ഇടയ്ക്കൊന്ന് ഇളകി കൊടുക്കണം, പക്ഷേ ഇത് പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല കുറുകി വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എൻ്റെ പൊന്നുമക്കളെ, എന്നാണ് ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഭയങ്കര. കണ്ടില്ലേ, ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഒന്നും പൊട്ടിപ്പോയിട്ടോ ഒന്നുമില്ല, കണ്ടില്ലേ, ഇതായി കേട്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ.
ഭയങ്കര ടേസ്റ്റ്. എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്നാൽ ബായ്.